ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ്. ഒരുപാട് എക്സസൈസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ എക്സസൈസിനും അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും. എന്നാൽ അതിലും കൂടുതൽ റിസൾട്ട് തരുന്ന ഒരൊറ്റ എക്സസൈസ് ചെയ്താൽ മതി. ഈ ഒരു ഒറ്റ എക്സസൈസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചെടുക്കാൻ പറ്റും. ഉറപ്പാണ്, കംപ്ലീറ്റ് ആയിട്ട് കുറച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത്ര ഈസി ഒന്നല്ല. എക്സസൈസിന്റെ പേര് പ്ലാങ്ക് എന്നാണ്. ഇത് ചെയ്യണവർക്കറിയാം. തുടക്കത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസിയാണ്. പക്ഷെ ഇതാ തുടക്കക്കാർക്ക് അത്ര ഈസി അല്ല. പക്ഷെ എക്സ്പീരിയൻസ് ആയി വരും തോറും നമുക്കത് ഈസിയായി മാറും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത് വരും തോറും നമുക്കത് ഈസിയാവും. പക്ഷെ ഇത് നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ നോക്കുക. പിന്നെ ഗ്രാജുവലി അത് 20 സെക്കൻഡ്സ് ആക്കുക, 30 സെക്കൻഡ്സ് ആക്കുക, പിന്നെ 60 സെക്കൻഡ്സ് 1 മിനിറ്റ് സമയത്തോളം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി പതുക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നിൽക്കാൻ നോക്കുക. നിങ്ങളിത് ഞാൻ ഇനി കാണിച്ചു തരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന അതേപോലെ നിങ്ങൾ 1 മിനിറ്റ് സമയത്തോളം ഡെയിലി ഈ പ്ലാങ്ക് എക്സസൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിട്ടിരുന്നു. അതേപോലത്തെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുക, അവസാനം വരെ കാണുക. എന്നിട്ട് അതേ പാറ്റേണിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. എന്നാലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട്. അല്ലാണ്ട് പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ട് നിങ്ങളത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്ന വീഡിയോ അവസാനം വരെ കാണുക. നമ്മളിപ്പോൾ ചെയ്യുന്ന എക്സസൈസാണ് പവർ പ്ലാങ്ക്. ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ അരക്കെട്ട് താഴേക്ക് താഴാൻ പാടില്ല. തല ഇങ്ങനെ കുമ്പിട്ട് പിടിക്കാനും പാടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. തല ഒരിക്കലും താഴത്തേക്ക് ഇങ്ങനെ കുമ്പിട്ട് പിടിച്ച് നിന്ന് ഈ എക്സസൈസ് ചെയ്യരുത്. ബിഗിനേഴ്സ് ആണെങ്കിൽ 10 സെക്കൻഡ് നിൽക്കാൻ നോക്കാം. അതിനുശേഷം ഗ്രാജുവലി നിങ്ങൾ 1 മിനിറ്റ് സമയത്തോളം നിങ്ങൾ ഡെയിലി ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മുടെ എൻറ്റയർ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതാണ് എൽബോ പ്ലാങ്ക്. ഇത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ആക്കാണ്. അപ്പോൾ സ്ട്രെങ്തൻ ആകുമ്പോൾ നമ്മൾ സാഗി ആയിട്ട് കിടക്കണം നമ്മുടെ വയറ് ടൈറ്റനപ്പ് ആവാൻ തുടങ്ങും. നമ്മുടെ എൻറ്റയർ അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ആകുമ്പോൾ നമ്മുടെ ചാടിയ വയറൊക്കെ കുറയാൻ തുടങ്ങും. അതിനാണ് നമ്മൾ എൽബോ പ്ലാങ്ക് ചെയ്യണത്. തുടക്കത്തിൽ നിങ്ങൾ 10 സെക്കൻഡ് ചെയ്യുക, പിന്നെ ഗ്രാജുവലി അത് 60 സെക്കൻഡ്സ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ സൈഡ് പ്ലാങ്ക് ആണ് ചെയ്യണത്. നമ്മൾ ഈ പ്ലാങ്ക് ചെയ്യണോണ്ടുള്ള ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റൊമക്കിനാണ്. നമ്മുടെ സ്റ്റൊമക്ക് വണ്ണം, നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുകയും ചെയ്യും. പിന്നെ യാതൊരുവിധ എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യവും നമുക്ക് ഈ പ്ലാങ്ക് എക്സസൈസ് ചെയ്യണോണ്ടില്ല. എക്സസൈസിന് ആവശ്യമില്ല നമുക്ക് യാതൊരു എക്യുപ്മെൻറ്റ്സും. നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് കുറച്ച് സ്ഥലപരിമിതിക്കുള്ളിൽ ചെയ്യാൻ പറ്റണ ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങളിത് ഡെയിലി ചെയ്യുക. ഡെയിലി നിങ്ങളിത് ചെയ്യും തോറും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ് 1 മന്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ് എത്രത്തോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ വയറാണെങ്കിലും ചാടിയ വയറാണെങ്കിലും ഇനി പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കുള്ള വയറാണെങ്കിലും എല്ലാം മാറി കിട്ടും. ഈ ഒരു ഒറ്റ എക്സസൈസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.